ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് വിഷൻ ആൻഡ് യു വാച്ചിങ് ഷെൻസേഴ്സ് ഗാലറി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാണ്. എനിക്ക് പനിയായിരുന്നു, അതുകൊണ്ടായിരുന്നു ഇത്ര ദിവസം വീഡിയോ ഒന്നും ഇടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജേർണൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ജേർണൽ ചെയ്യാൻ ആർക്കൊക്കെ ഇഷ്ടമുള്ളത് എല്ലാവരും ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഞാൻ ന്യൂസ് പേപ്പറിൽ നിന്ന് വെറുതെ പൊക്കത്തേക്ക് പോയപ്പോൾ അവിടെ ന്യൂസ് പേപ്പറിൽ കണ്ടപ്പോൾ ഞാൻ കളിപ്പന്തുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ജേർണലുണ്ട്, അങ്ങനെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. സ്കെച്ച് ഉണ്ട്, ഫാബ്രിക് പ്ലേറ്റ് ഉണ്ട്, ബ്രഷ് ഉണ്ട്. ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ന്യൂസ് പേപ്പറിൽ ചെറിയ കുറച്ച് ഇതൊക്കെ വെട്ടിയിടും. പിന്നെ ഇതിന് മെയിനായിട്ട് കാപ്പിപ്പൊടിയും വെള്ളമാണ് വേണ്ടത്. സോ എൻ്റെ ഒരു ഐഡിയ വെച്ച് എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്ക് നേരെ ഉണ്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡയറിയിലാണ് ചെയ്യുന്നത്. എൻ്റെ സ്കൂളിലെ ബുക്ക് ഫെയറിൽ ഞാൻ വെച്ച നല്ല മിനി ഡയറിയാണ്. തുറക്കുമ്പോൾ തന്നെ ഇതിൽ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രത്തന് വേണ്ടി തന്നെ തുറക്കാം. ഓക്കെ, അതെനിക്ക് പിന്നെ ഞാൻ കുഞ്ഞ് റെയിൻബോ വരച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ജേർണൽ തുടങ്ങാൻ വിചാരിച്ചത് ബുക്കിൽ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. സോ ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ഒരു ബ്രഷ്, അല്ലെങ്കിൽ ഒരു സ്പൂൺ, അങ്ങനെ എന്തെങ്കിലും കാണാം മിക്സ് ചെയ്യാനാണ്. ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പാക്കറ്റ്, 2 പാക്കറ്റൊന്നും വേണ്ടി വരില്ല, ഞാനൊന്ന് എടുത്തതാണ്. പിന്നെ ഒരു കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു കോഫി പൗഡർ, നമുക്കിത് പൊട്ടിക്കാം. ഇതെങ്ങനെ വരും പറയാം. എൻ്റെ ഒരു ഊഹം, ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഒന്ന് ചെയ്യാൻ വിചാരിച്ചതാണ്. പിന്നെ എനിക്ക് പനിയായി, പിന്നെ അത് ഞങ്ങൾ മാറ്റി വെച്ചു. ഓരോ ദിവസം കഴിഞ്ഞാൽ നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഗൈസ് കാണിച്ചു തരാം. നമ്മൾ കുറച്ച് കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല ബ്ലാക്കല്ല, ഒരു ബ്രൗണി ടെക്സ്ചർ ക്രീമായി. നല്ല മറ്റേ മൈലാഞ്ചിയുടെ കളറൊക്കെ പോലെ ഇരിക്കുന്നുണ്ട്. ഞാൻ പേപ്പറിൽ അടിച്ചരാവേ. അടിച്ചരാം ഗൈസ്. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറല്ലേ, അത് ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല, എന്നാലും നേരിട്ടൊന്നും അടിപൊളിയായിട്ടാണ് കാണുന്നത്. സോ ഗൈസ്, നമുക്ക് ഈ ഡയറിയിലേക്ക് ഒരു പേജ് എടുക്കാം. ഓക്കെ, നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഒരു പേജ് ഇപ്പുറത്തെ സൈഡിൽ വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ചെയ്യാൻ പോണത്. അവൾക്കിതിനി അടിക്കാൻ കഴിച്ച് നല്ല രസമുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ന്യൂസ് പേപ്പർ എടുത്ത് ലെറ്റേഴ്സ് ചെയ്യൂലേ, അതിൻ്റെ പൊക്കത്ത് കൂടി ഇങ്ങനെ അടിക്കും. കാരണം ന്യൂസ് പേപ്പറിൽ വൈറ്റ് ആണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കോഫി പൗഡറിൽ കട്ടയൊന്നും വരുന്നത്. പിന്നെ കോഫി പൗഡറിക്കും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ചെയ്യുന്നവർ. അമ്മയുടെ അച്ഛൻ്റെ ഇത് ആരും വഴക്ക് കിട്ടാതെ നോക്കാം. ഗൈസ്, നമുക്ക് ഈ പേജ് മൊത്തം അടിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫുൾ അടിച്ചിട്ടുണ്ട്. ക്യാമറയിൽ അത്ര ഇതായിട്ട് വരുന്നില്ല, എന്നാലും നേരിട്ടൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആരും വഴക്ക് കേൾക്കാതെ നോക്കാം. പിന്നെ അടുത്ത ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഞാൻ കളിപ്പന്ത് ഇതിന് ഓരോരോ ലെറ്റേഴ്സായിട്ട് മുറിച്ചെടുക്കാവേ. ഗൈസ്, ഇത് ശ്രദ്ധിച്ച് മുറിക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ തീർന്നു. ഗൈസ്, ഇത് കുറച്ച് പാടാൻ ഞാൻ ഉദ്ദേശിച്ചാണ്. ഞാൻ വെറുതെ കട്ട് ചെയ്തെടുത്താൽ ഇതൊരു അലൈൻമെൻറ്റ് മാറിപ്പോയാൽ ആ അക്ഷരത്തിൻ്റെ ഇത് മാറിപ്പോവും. ചെറിയ ഡിഫറൻസ് ഉണ്ട്, എന്നാലും സാരില്ല. ഓക്കെ, അടുത്തെന്താ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗം എടുക്കാം. ഗൈസ്, നമ്മളെ ഫെവിസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് അക്ഷരം ഏതാണ്? കളിപ്പന്തുകളല്ലേ, ഇപ്പോൾ ഏത് കായ വേണമെങ്കിലും കൊടുക്കാതെ. ഇപ്പോൾ ഗൈസ്, നമ്മൾ കായ എടുത്തിട്ടുണ്ട്. അതിനെ അല്ലേ കണ്ടത്. കായ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ ഒട്ടിക്കാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ കളിപ്പന്തുകൾ ഒട്ടിച്ചിട്ടുണ്ട്. കളിപ്പന്തുകൾ ഇങ്ങനത്തെ ഒരു ഡിസൈനിലാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ബോൾസ് ഇങ്ങനെ കളിക്കാനായിട്ട് ടോയ്സ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വരച്ചെടുക്കാം. ഗൈസ്, ഞാൻ ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ബോളാണ്. എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഡ്രോയിങ് അങ്ങനെ അറിയില്ല.
എന്നാലും അറിയാം, പക്ഷെ അറിയാത്തതും ഇല്ല. ഇതെൻ്റേത് ആയിട്ടുള്ളൊരു ബോളാണ്. ഇതെന്ത് ബോളാണെന്ന് എനിക്ക് അറിയില്ല. എന്തോ ഒരു ബോൾ, അതെന്ത് ബോളാണെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇങ്ങനെ കുറച്ച് സംഭവം അരച്ചെടുക്കാം. എനിക്കറിയില്ല ഇതൊന്നും. ഓക്കെ, ഇതൊക്കെ എന്താ ആരും ഡ്രസ്സ് വയ്ക്കും ഇത്. ഓക്കെ ഗൈസ്, നമുക്ക് ഇങ്ങനെ കുട്ടി കുട്ടി സാധനങ്ങൾ കളർ അടിച്ചിട്ട് കാണാം ഗൈസ്. അപ്പം അത്ര എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല ഇത്. ഞാൻ വെച്ചാൽ കുറച്ച് ഇതും ഇങ്ങനെ ആ കോഫിയുടെ ആ വാട്ടർ എടുത്തിട്ട് ഇതിലും കൂടെ അങ്ങോട്ട് സ്പ്രെഡാക്കാതെ. ഇതിൽ ഭയങ്കര ഡാർക്കായിട്ടാണ്, പക്ഷേ ഇതിൽ ഭയങ്കര ലൈറ്റാട്ടോ. നേരിട്ടാണ് ക്യാമറയിൽ കുറച്ചുകൂടി ഹൈലൈറ്റ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാവേ. നേരത്തെ ഉപയോഗിച്ച ആ സെയിം സംഭവം തന്നെയാണ്, അത് ഞാൻ കളഞ്ഞിട്ടില്ല. അത് തന്നെ എടുത്താണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഒരിതിൽ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇവരല്ലാത്ത രീതിയിലാണ് കേട്ടോ ചെയ്യാൻ. എന്നാലേ ആ ജേണലിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇവിടേക്ക് ഇങ്ങനെ ലെവലില്ലാത്ത രീതിയിലാക്കണം. നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ ഇതും കൂടി കളർ ചെയ്യാറുണ്ട്. ഓക്കെ, ഒരുവിധം ശരിക്കും പറ്റി ഈ ജേണലൊക്കെ പറ്റി അതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ ഗൈസ്, ഇനി നമുക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ജേണൽ ഇങ്ങനത്തെ തീമിൽ തന്നെ പോട്ടെ വിചാരിച്ചു. ഞാൻ കുറച്ച് കോഫിയുടെ ആ സാധനം എടുത്തിട്ട് ഈ ബോൾ ബ്ലാക്ക് മിക്സ് ആവുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടും. അത് കുറച്ചുകൂടി ഇനി ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ന്യൂസ് പേപ്പറിൻ്റെ ഇതെടുത്ത് നമുക്ക് ഒട്ടിക്കാം. ഗൈസ്, അറിയാതെ കൈ വെച്ചപ്പോൾ ഇങ്ങനെ പക്ഷേ നല്ല രസമായിട്ട് ഇപ്പോൾ വന്നു. കണ്ടോ, ഞാനറിയാതെ ഇങ്ങനെ കൈ തൊട്ടത് എൻ്റെ കൈ കാണിച്ചു തരാവേ. ഞാനറിയാതെ ഇങ്ങനെ വെച്ച് പോയി, അപ്പോൾ ആയതാണ് ഉണ്ട്. ഇനി നമുക്ക് ഇത് വെട്ടിയെടുക്കാം. പിന്നെ ഗൈസ്, ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഈ ചാനലത്തിലൊക്കെ ആൾക്കാരുടെ പേരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും ഇല്ലാതെ മറ്റേ എന്തെങ്കിലും ഒരു ചെറിയൊരു സൈഡിൽ നിന്ന് നമുക്ക് എടുക്കാതെ. അപ്പോൾ ഗൈസ്, ഞാനൊരു കുഞ്ഞി ഇത് പോഷൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ആ കോഫിയായിട്ടുള്ള വാട്ടർ നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ്, ഞാൻ ഓൾഡ് ലുക്കിലേക്ക് ഇത് കൊണ്ടുവരണമെങ്കിൽ നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഒട്ടിക്കാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ട് കുറച്ച് ടച്ചറിങ് കൊടുത്തിട്ട് ഫൈനൽ റിസൾട്ട് കാണാം. അപ്പോൾ ഗൈസ്, എൻ്റെ ഫൈനൽ റിസൾട്ട് എൻ്റെ നമുക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഗൈസ്, ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ കുറേ പേർക്കൊരു സംശയമുണ്ട്, ഞാൻ പാട്ട് പാടുമെന്ന്. അപ്പോൾ എൻ്റെ ചെറിയൊരു പാട്ടും കൂടി കേൾക്കാം. അതിന് മുമ്പേ നമുക്ക് ഈ ജേണലിൻ്റെ ഫൈനൽ റിസൾട്ട് കളിച്ചിട്ട് നമ്മൾ ഒരു പാട്ട് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ്, എൻ്റെ ജേണലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ട് പാടാം. എനിക്ക് പാട്ട് അങ്ങനെയൊന്നും അറിഞ്ഞില്ല. ഓക്കെ, എന്നാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. Andare vale, sognare per salvare, di tomberare ai sodorare, noi erano che patire chaptaga yen parve unnode, pai kannode, pesame rinode, nani tanda po, kadolam, adialolam, nantaga marode, va virud tereva. ഗൈസ്, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. അത് നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും ഇടരുത്. ഓക്കെ, അപ്പോൾ ഇത്ര വന്നിട്ട് വീഡിയോ എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.